ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുന്നു എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ അലീനെ കാണാനില്ല. അപ്പോൾ നമ്മുടെ ശിവേട്ടനും രാജുവും കൂടെ ചേർന്ന് ഗുണ്ടകളെ വെച്ച് അലീനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ വിവരങ്ങളൊന്നും ബാലചന്ദ്രനോ മനോ മറ്റാരും അറിയുന്നില്ല. അപ്പോൾ അലീന മിസ്സിംഗ് ആണെന്നുള്ള വിവരം മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ എവരാണെന്നുള്ള ബോധ്യം ബാലചന്ദ്രൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണച്ചയും കൊണ്ട് വീട്ടിൽ നിന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. അപ്പോൾ 7 മണിക്ക് അലീന ഇവിടെ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ ശിവയുടെ ഹോട്ടലിലോട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ പോയിക്കായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ പോയി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അന്വേഷിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. നീ എന്ത് വിഡിത്താണോ ഗോവർദ്ധനായി പറയുന്നത്? അലീനെ കാണാനില്ല, ഒരു പെൺകുട്ടിയല്ലേ, നിനക്ക് ചെറിയ ബോധം വേണ്ടതെന്നൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് മൂത്ത അളിയൻ ആനന്ദും അവിടെ കാണുമായിരിക്കും. അപ്പോൾ ആനന്ദ് ഒരു പോലീസാണ്. അപ്പോൾ പറയുന്നത് ചോദിക്കണം, ഒരു കേസ് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഇപ്പോൾ കേസ് കൊടുക്കുന്നത് അത്ര നന്നല്ല, അതൊരു പെൺകുട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഭാവി ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ കേസ് അവോയ്ഡ് ചെയ്യാം, നമുക്ക് മൊത്തത്തിലൊന്ന് അന്വേഷിക്കാം, പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് കേസ് കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രനോട് ഗോവർദ്ധൻ പറയണം, മനുവിനെ വിളിച്ച് പറഞ്ഞു നോക്കൂ, ചിലപ്പോൾ മനുവിൻ്റെ കൂടെ എവിടെയെങ്കിലും അങ്ങനെയൊന്നും പോകത്തില്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണ്, എന്തായാലും അവൾക്ക് എന്തോ അപായം പറ്റിയിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് കാർ എടുത്തുകൊണ്ട് കൃഷ്ണച്ചൻ കുട്ടി പുറത്തോട്ട് പോവുകയാണ്. എന്നിട്ട് മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീനെ കാണാനില്ല, വൈകിട്ട് 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്, ഇപ്പോൾ മണി 9 ആയിരിക്കുന്നു, ഇതുവരെ അലീനെ വീട്ടിലെത്തിച്ചെന്നിട്ട് ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുകയാണ്, ഹോസ്പിറ്റലിൽ പോയിരുന്നു, അവിടെ ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന എങ്ങോട്ട് പോയെന്നാണ് അങ്കിൾ പറയുന്നത്. എനിക്കറിയില്ല മനു, എന്തായാലും നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഇതിൽ നല്ല പങ്കുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇനി എന്താണ് അങ്കിളെ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം, ഞാൻ ഇപ്പോൾ തൽക്കാലം ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ചെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ മനുവിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ അച്ഛനും കൊച്ചച്ഛനും എന്തോ പങ്കുണ്ടെന്ന് മനുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ മനു എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അച്ഛനെയും കൊച്ചച്ഛനെയൊക്കെ കാണുകയാണ്. അലീനയെ കാണാനില്ല, ഹോസ്പിറ്റൽ വന്നിട്ട് അവൾ 7 മണിക്ക് പോയതാണ്, അപ്പോൾ നിങ്ങളറിയാതെ അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് മനു അച്ഛനോട് കൊച്ചച്ഛനോട് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ വളരെയധികം ദേഷ്യപ്പെടുന്നു, നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്, അലീന കാണാനില്ല, ഞങ്ങൾ എന്താണ് ചെയ്തത്, അവൾ എവൻ്റെ കൂടെയെങ്കിലും ഓടിപ്പോയി കാണുമെന്നൊക്കെ പറയുകയാണ്. ഇല്ല, നിങ്ങൾ ഇവിടെ ഹോട്ടൽ റൂം എടുത്ത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തമ്പടിച്ച് താമസിക്കുന്ന എന്തോ ദുരൂഹത ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളൊരു പക്ഷേ ചെയ്തില്ലായിരിക്കും, അപ്പോൾ പക്ഷേ നിങ്ങൾ ഗുണ്ടകളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുമെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കുക, നമ്മളൊന്നിലും ഇടപെട്ടില്ല, ഞങ്ങളെ വൈകിട്ട് തൊട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് രാജീവും പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ കള്ളത്തരമൊന്നും എൻ്റെ കൂടെ നിൽക്കണ്ട, ഇതിപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ കുരുക്കാണ് വരാൻ പോകുന്നത്, ഇനി നിങ്ങൾക്ക് വിദേശത്ത് തിരിച്ചു പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ബാലേന്ദ്രൻ അങ്കിള് കേസ് കൊടുക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ മനു പറയുകയാണ്. എന്നിട്ട് മനു അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഗംഗാധര അങ്കിളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്കിൾ ഇതുപോലെയാണ് ഇവിടെ സംഭവം നടന്നിരിക്കുകയാണ്, അപ്പോൾ അച്ഛനും കൊച്ചച്ഛനും എനിക്ക് നല്ല സംശയമുണ്ട്, അവരാണോ അലീനയ്ക്ക് പിന്നിലൊന്നും എനിക്കറിയില്ല, ഇതെന്തായാലും പെണ്ണ് കേസാണ്, അപ്പോൾ അവരുടെ ജോലിയും കാര്യങ്ങളും മറ്റും പോവുകയാണ്, മാത്രമല്ല ഇനി ജയിലിലാവേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല, ബാലചന്ദ്ര അങ്കിളിൻ്റെ കാര്യങ്ങളൊക്കെ അങ്കിളിന് അറിയാമല്ലോ, അങ്കിൾ 2 കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും പറയുകയാണ് മനു. അത് കഴിഞ്ഞ് നേരെ ബാലചന്ദ്രൻ ഹോട്ടലിലോട്ട് വരികയാണ്. അപ്പോൾ കൃഷ്ണജയെ താഴെ കാറിൽ ഇരുത്തിയിട്ട് ബാലചന്ദ്രൻ ഹോട്ടലിലോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് ശിവനോടും രാജുവിനോടും സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് അതിക്രമമാണ് കാണിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്താണ് ഈ പറയുന്നത്, ഞങ്ങൾ എന്ത് അതിക്രമം കാണിച്ചെന്നാണ്, നിൻ്റെ വ്യഭിചാര കഥയും ഞങ്ങൾക്ക് ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. ഞാൻ ആ കഥകളൊന്നും പറയാനല്ല വന്നത്, അലീന എവിടെയെന്നാണ് എൻ്റെ ചോദ്യം, അലീന എവിടെ ഞങ്ങൾക്കറിയാം, നിൻ്റെ വീട്ടിലല്ലേ, നീയല്ലേ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നീ അവിടെ ചെന്ന് നോക്കുന്നൊക്കെ പറയണം, അലീനെ കാണാനില്ല, ഇന്ന് രാത്രി 7 മുതൽ അലീനെ കാണില്ല, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാനാണ് വന്നത്, ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് അവർ തീർത്ത് പറയുകയാണ്. അപ്പോൾ ശരി, എന്നാൽ ഞാൻ കേസ് കൊടുക്കാനായിട്ട് പോവുകയാണ്, പിന്നെ നിങ്ങൾക്ക് ഇനി വിദേശത്ത് പോകാമെന്നുള്ള ചിന്തയൊന്നും വേണ്ട, അതൊക്കെ ഇവിടെ അവസാനിപ്പിച്ചോളാൻ പറയണം, നമുക്ക് വിദേശത്ത് പോകണ്ടടാ, ഞങ്ങളുടെ സഹോദരിയുടെ ജീവിതം രക്ഷിക്കാൻ ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വന്നാലും ശരി എന്നൊക്കെ രാജീവ് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ വളരെയധികം ദേഷ്യം വരികയാണ്. അപ്പോൾ എന്നിട്ട് രാജീവ് പറയുന്നത്, നിൻ്റെ നാറിയ കഥകളൊന്നും ഇവിടെ പറയണ്ട, നാണമില്ലല്ലോ ഇത്ര പ്രായമായിട്ടൊരു ജാരസന്തതിയുടെ കഥയും പറയാനായിട്ട് വരാം, നീ ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, അപ്പോൾ നിങ്ങളുടെ സഹോദരിയുടെ നാറിയ കഥകൾ ഞാൻ ഇവിടെ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് കഥയാണ്, നീ കുറേ നാളുകൊണ്ട് പറയണം, അങ്ങനെ എല്ലാ കഥകളും ബാലചന്ദ്രൻ വിസ്തരിച്ച് പറയുകയാണ്. ആഗ്രയിൽ 2.5 വർഷം ജോലി ചെയ്ത കഥ, അവിടെ സ്റ്റാൻലി എന്നൊരാളായിട്ട് വൈജയന്തി പ്രണയത്തിലാവുന്നതും, പിന്നെ വീട്ടുകാരറിഞ്ഞ് അവൾ പൂർണ്ണ ഗർഭിണിയാവുന്നതും, പിന്നെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വന്ന് അവളുടെ പ്രസവമെല്ലാം എടുക്കുന്നതും, എല്ലാ കഥകളും ബാലചന്ദ്രൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് രാജീവും ശിവേട്ടനും. അപ്പോൾ നിനക്കും ഇതുപോലുള്ള കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അനിയത്തി മാത്രം കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരേ ത്രാസിൽ തൂങ്ങുന്നതാണെന്ന് രാജീവ് പറയുകയാണ്. എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഇത്രയും നാൾ 23 വർഷം അവൾ എൻ്റെ മുമ്പ് നെളിഞ്ഞ് നടന്നില്ലേ, അവളെ സമ്മതിക്കണമെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ മാളിക വീട്ടിൻ്റെ ഒരു അഭിമാനം, നാണം ഇല്ലല്ലോ,
അപ്പോൾ രാജീവ് പറയണം, നീയും അതേ കുറ്റം തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത്, അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമില്ല, രണ്ടുപേരും കൂടി സഹിച്ചങ്ങ് പോകേണ്ട ആവശ്യമുള്ളെന്നൊക്കെ പറയുകയാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഞാൻ പലതും പല സമയത്തും പറയുമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. പക്ഷേ ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങളുടെ ജ്യേഷ്ഠനുണ്ടല്ലോ ഗംഗാധരൻ, അയാളിൽ നിന്നാണ് ഈ സത്യങ്ങൾ മുഴുവൻ ഞാൻ അറിഞ്ഞതെന്നും ഒക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് ഗംഗാധരൻ ഹോട്ടൽ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ ശിവനെ രാജീവിനൊക്കെ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് അബദ്ധങ്ങളാണ് കാണിച്ചു കൂട്ടുക എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ എന്ത് അബദ്ധങ്ങളാണ് കൂട്ടുക, അവനല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത്, എന്നിട്ടിപ്പോൾ ന്യായവും പറഞ്ഞുകൊണ്ട് വരുന്നു, അവനും അവളും ഒക്കെ ഒരേ ത്രാസിൽ തൂങ്ങുന്നതാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം? അപ്പോൾ രാജീവ് ചോദിക്കുന്നത്, ഗംഗേട്ടനല്ലേ എല്ലാം അവനോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തത്, അവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് അന്ന് നീലഗിരി വന്നത്, എനിക്ക് അവൻ്റെ മുമ്പിൽ സറണ്ടർ ആവേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ്. എങ്കിലും കൊള്ളാം, അപ്പോൾ നിങ്ങളെല്ലാം രക്ഷിക്കേണ്ട ഗംഗേട്ടാന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അവൻ മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞു എന്നൊക്കെ പറയുകയാണ്. എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അവൻ്റെ വശം നിൽക്കാനേ പറ്റത്തുള്ളൂ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളുടെ സഹോദരി ഇല്ലേ അവിടെ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അവൻ്റെ വശം നിൽക്കേണ്ടി വരുന്നത്? അപ്പോൾ അവൾക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് തന്നെയല്ലേ ബാലചന്ദ്രന് പറ്റിയത്. അപ്പോൾ അവ ഒരു മകളെ കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുകയില്ല അലീന എന്നൊക്കെ ശിവേട്ടൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറഞ്ഞത്, അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്നാണോ നിങ്ങൾ വിശ്വസിച്ചത്? അത് ശുദ്ധ മണ്ടത്തരമാണ്, ഒരിക്കലും അല്ല. അലീന ബാലചന്ദ്രൻ്റെ മകളല്ല. അലീന എന്ന് പറയുന്ന വൈജയന്തി പ്രസവിച്ച മകളാണ്. ആ കുട്ടി മരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ വഴിയാണ് ആ കുട്ടി ഇപ്പോൾ അവിടെ വന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന അലീന ഇല്ലേ, അത് വൈജയുടെ സ്വന്തം ചോരയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കും. ഇനി ആ പടയൊരുക്കങ്ങളൊക്കെ അവസാനിപ്പിക്കും, വൈജയന്തിയുടെയും ആ പടയൊരുക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ പറയുന്നൊക്കെ ഗംഗേട്ടൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശിവേട്ടനും രാജീവും. അത് കഴിഞ്ഞ് നമ്മുടെ അലീനയാണ് കാണിക്കുന്നത്. അപ്പോൾ അലീനയെ ഗുണ്ടകൾ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടിടുകയാണ്. എന്നിട്ട് കതവ് പൂട്ടിക്കൊണ്ട് അവൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ വായിലെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്, കൈ രണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് എങ്ങനെയോ കൈ കൊണ്ട് ആ സ്റ്റിക്കറൊക്കെ വലിച്ച് ഊരുകയാണ്. എന്നിട്ട് അവിടുത്തെ ജനലൊക്കെ തുറന്നിട്ട് എന്നെ ഇവിടെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നൊക്കെ ഉറച്ചു വിളിക്കുകയാണ്. പക്ഷേ ആരും അവിടെ കേൾക്കാനില്ല, കാരണം ഒരു വിജനമായ ഒരു സ്ഥലവും വീടും ഒക്കെയാണത്. അപ്പോൾ എന്നിട്ട് അലീന എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്മാരെ പേടിച്ച് കതവെല്ലാം അകത്ത് നിന്ന് കുറ്റിയിടുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞ് അവർ വെളിയിൽ നിന്ന് കൊട്ടുകയാണ് ഗുണ്ടകളൊക്കെ. പക്ഷേ അലീന കതവ് തുറക്കാതെ തന്നെ അങ്ങനെ നിശബ്ദമായിട്ട് നിന്നു. കുറേ കഴിഞ്ഞ് അവന്മാർ ജനലിൻ്റെ അവിടേക്ക് വന്ന് അലീനെ നോക്കുകയാണ്. പക്ഷേ അലീന അവിടെ തന്നെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്